രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം എന്നെ പ്രത്യേകം ഈ അഴിഞ്ഞ കാലത്ത് എന്നെ വിളിച്ചതാണ്. അപ്പം ദൈവം വിളിച്ചതാണ് എങ്കിലേ തീർച്ചയായിട്ടും നിൻ്റെ സമാശ്വാസം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും പ്രയാസമുള്ള ലക്ഷങ്ങൾ പുറത്തുണ്ട്. അവർക്ക് കർത്തൃസന്നിധിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കാൾ അല്പം കൂടി പ്രയാസം കുറഞ്ഞ നിന്നെ കർത്താവ് വിളിച്ചെന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ്. ബൈബിള് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിളിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ദൈവം നേരിട്ട് വന്നിങ്ങനെ കൈകാട്ടി വിളിക്കത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവം വിളിക്കുമെന്ന് നമുക്കറിയാം. ദൈവം വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണത് നമ്മൾ ദൈവദർശനത്തിന് വരുന്നതും വേദനയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലേശത്തിൻ്റെ, രോഗത്തിൻ്റെ, കടങ്ങളുടെ, പീഡകളുടെ, ഞെരുക്കത്തിൻ്റെ, ഇല്ലായ്മകളുടെയൊക്കെ ഒരടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേദന പലപ്പോഴും വിളിയായിട്ട് മാറാറുണ്ട്. വേദന തന്നെയാണ് വിളി. വേറൊരു വിളിയില്ല. നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടോ, അത് ദൈവവിളിയായിട്ട് നീ തിരിച്ചറിയണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈശോ അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക എന്ന് ഈശോ വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അവിടെ ആ വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാണ് എല്ലാ ദൈവവിളികളുടെയും ഒരടിസ്ഥാനപരമായ ലക്ഷ്യം ആശ്വാസമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 11:28-29 വചനങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങ് വിളിച്ചത് വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. മത്തായി 11:28-29 തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ആശ്വാസമാണ്. ഈ ആശ്വാസങ്ങൾ ബൈബിൾ നമ്മൾ പ്രാപിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങൾ എന്ത് തന്നെയായാലും അതൊരു ആശ്വാസം നൽകുന്നതായിരിക്കണം. ഗുരുതരമായ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, അതായത് കൃപാസനം കാശീർവത്തിൽ നിന്ന് തേനൊഴുകാൻ തുടങ്ങിയെന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ വലിയ ആശ്വാസങ്ങളൊന്നുമില്ല. അത്തരം ആശ്വാസങ്ങളിലേക്ക് ഒരു പക്വതയാർന്ന വിശ്വാസി പോകുന്നത് ശരിയാണെന്ന് ഞാൻ കരുതണില്ല. കാര്യം വെച്ചാൽ അടയാളങ്ങൾ അത് അങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലമെല്ലാം കഴിഞ്ഞു. നമ്മൾ പക്വതയിലേക്ക് വളരുന്നത്. പത്രോസിൻ്റെ ഏറ്റവും വലിയ ലേഖനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആധ്യാത്മികത പക്വതയാണ്. ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് റീഡിറ്റ്. ഹെബ്രായർ 6:1 തിരുവചനം. ഹെബ്രായ ലേഖനം 6-1 പറഞ്ഞോളൂ. അതിനാൽ
ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പൊ പക്വതയാർന്ന ഒരു സാക്ഷ്യമാണ് ഉടമ്പടി സാക്ഷികളിൽ നിന്ന് വരേണ്ടത്, സാക്ഷ്യം ലഭിക്കേണ്ടത്. കാരണം ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർക്ക് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളില്ലേ, അതെല്ലാം വാഗ്ദാനങ്ങളാണ്. 32:8 വായിച്ചുള്ളൂ. സങ്കീർത്തനം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ പെട്ടുപോയാലേ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ട വഴികൾ ദൈവം ഓൺ ദി സ്പോട്ടിൽ വെളിപ്പെടുത്തും. അങ്ങനെയാണ് ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നത് ഓൺ ദി സ്പോട്ടിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത്? അത് ഓൾറെഡി പ്രോമിസിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസിലാണ്. ദൈവം നൽകിയിട്ടുള്ള 8552 പ്രോമിസുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അപ്പം അതിൽ ഒരു പ്രോമിസാണിത്. എന്താണ്? നീ വഴി മുട്ടിപ്പോയാലേ നീ നടക്കേണ്ട വഴി നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയും. അപ്പം ദൈവം അതിൻ്റെ വഴികൾ പറഞ്ഞു തരും. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ, സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറയും, അല്ലെങ്കിൽ ഈശോയെ സ്വപ്നം കണ്ടു എന്ന് പറയും. ഇപ്പം ഡിവൈഡ് ഓഫ് എനി ഇൻ്റേണൽ പ്രഷർ, മറ്റു തരത്തിലുള്ള അസോസിയേഷൻ, അസിമിലേഷൻ പോലെയുള്ള കാരണങ്ങളില്ലാതെ തന്നെ കേവലമായ രീതിയിൽ നിലച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവിക മേഖലകളിലേക്ക് നമ്മൾ അന്തർദർശനം ചെയ്യുന്ന സ്വപ്നവും ദർശനവുമൊക്കെ ബൈബിളിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഇല്ലേ? നമുക്ക് വാഗ്ദാനം തന്നതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും. ജോയേലിൻ്റെ 2:28. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. മഹത്വം, ആരാധന. ജോയേൽ 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വപ്നങ്ങളും ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ ഭാഗമാണ്. അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഡിവൈൻ മെല്യൂവിലേക്ക് അങ്ങോട്ട് വരും. നിങ്ങൾക്കറിയാമല്ലോ, കരിസ്മാറ്റിക് ഫോർമാറ്റ് അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറേ പടികളുണ്ട്. പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അതിനുശേഷം ആന്തരിക സൗഖ്യ ധ്യാനം, അതിനുശേഷം പ്രാർത്ഥനാനുഭവ ധ്യാനം, 5ാമത്തെ ഘട്ടത്തിൽ വരദാനങ്ങളുടെ ധ്യാനം, കൗൺസിലിംഗ് കോഴ്സ്. ഇത്രയും സംഭവങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഡിവൈൻ മെലയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ, അത് പൂർണ്ണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും അത് നീ നടക്കേണ്ട വഴിയായി നിൻ്റെ മുഖത്ത് നോക്കിയുള്ള ഉപദേശമായി സങ്കീർത്തനം 8:32 ജോയേൽ 2:28 പെട്ടെന്ന് നിങ്ങൾ ദൈവിക മേഖലയിലേക്ക് കടന്നു ചെല്ലണത് അനേകായിരങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടി മച്ച് മോർ ദാൻ ദാറ്റ് എന്ന്.
അതാണ് പക്വത എന്ന് പറയണത്. മനസ്സിലായില്ലേ? അതായത് നമ്മളെ ആധ്യാത്മികതയിൽ ഈടുവെപ്പുള്ളവരായിട്ട് വളർത്തണം. ഈടുവെപ്പുള്ള അതെന്തുമാത്രം ആധ്യാത്മികത ഈടുവെപ്പ് എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും നിങ്ങളെ കാണുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ചില അടയാളങ്ങൾക്ക് അപ്പുറത്ത് അതിൻ്റെ ഒരു കാലം അങ്ങ് കഴിഞ്ഞു, എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു. നമ്മളെന്തിനാണ് പിന്നെയും പിന്നോട്ട് പോകണത്? ആധ്യാത്മികതയെ പിന്നോട്ടടിക്കരുത്, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് പോകുമ്പോഴേ എന്താ സംഭവിക്കണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മൾ അതാണ് മുന്നോട്ടുള്ള പോക്കിൽ വരണത്. എന്താ വേണ്ടത് നമുക്ക്? കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 16-17. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് മാത്രമല്ല, അപ്പോൺ ഗ്രേസ്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഈ അപ്പോൺ ഗ്രേസ് ആണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം മാതാവിൻ്റെ കൃപയിൽ പോലും ഹി വാസ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. മാലാഖ അമ്മയോട് പറഞ്ഞ എന്താണ്? 2:28 ലുക്ക 2:28 മാലാഖ അമ്മയോട് എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുമ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു നിലവാരമാണ് കൃപയുടെ നിറവെന്ന് പറയണത്. പക്ഷേ ദൈവം അവിടെ വെച്ച് ആ കൃപയുടെ പാഠം അവസാനിപ്പിക്കണില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കണില്ല. അതായത് വീണ്ടും നമുക്ക് ഒരു വിശ്വാസിയുടെ സാധ്യത, ഒരു ക്രിസ്തു വിശ്വാസിയുടെ സാധ്യത എന്ന് പറയണത് അതുക്കും മേലെയാണ്. എന്താണ്? ആ ഫുൾ ഓഫ് ഗ്രേസിൻ്റെ അപ്പുറത്തുണ്ട്. എന്താ ഉള്ളത്? ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. ഉടമ്പടി ലക്ഷ്യം വെക്കണത് അതാണ്. അതായത് ആർജിത കൃപ, സാധാരണയുള്ള കുദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സക്രമെൻ്റൽ ഗ്രേസ്, കൗദാശിക വരപ്രസാദം. ആ കൗദാശിക വരപ്രസാദം ഒരു വ്യക്തി സ്വീകരിച്ചിട്ട് ആ മുതൽ മുടക്കിൽ അവൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൃപയാണ് അപ്പോൺ ഗ്രേസ്, മേൽകൃപ. ഈ മേൽകൃപയിലേക്കാണ് ഒരു വിശ്വാസി ഒരു ആധ്യാത്മികമായ യാത്ര നടത്തുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാമെന്ന് സെൻറ്റ് പോൾ പറയണത്. സെൻറ്റ് പോൾ അങ്ങനെ പറയാൻ കാരണം അങ്ങേരാണ് കൃപയെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അൾസറിൻ്റെ വലിയ ഒരു വേദന കാലഘട്ടങ്ങളിലും സമയത്ത് ഭക്ഷണം ആരും തരാമില്ലാഞ്ഞ സമയത്ത് പട്ടിണി നിന്ന് സുവിശേഷ വേലയ്ക്ക് മുടക്കം വരാതെ ജീവിച്ചപ്പോൾ ഉണ്ടായ അൾസറിൻ്റെ ഭാഗമായിട്ട് വന്ന കുടൽ കരിച്ചിലെ അതിൽ നിന്ന് ആ വേദന മാറാൻ വേണ്ടി, വയറിൽ സൂചി കൊണ്ട് കുത്തണ വേദന മാറാൻ വേണ്ടി അദ്ദേഹം കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത്രയും വേദനയാണെന്ന് അർത്ഥം. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ കണ്ണീരോടെ നീ പ്രാർത്ഥിക്കുന്നില്ലേ, ഈ കണ്ണീരിൽ ഞാനൊരു നിധി വെച്ചിട്ടുണ്ട്. എന്താണത്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. 2:9 അല്ലേ? 2 Corinthians 12:9 വായിച്ചോളൂ.
സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞ എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പോഴവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള വേർഡ് ടെസ്റ്റിംഗ് ഉണ്ട്. 2 കൊറിന്ത്യൻസിൻ്റെ 12:9 എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അവിടെയാണ് ഗ്രേസിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായ വെളിപാട് നൽകുന്നത്. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അതായത് നമുക്ക് ഈ ഭൂമിയിൽ, ഈ മനുഷ്യാവസ്ഥയിൽ എല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ഒന്നും സഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഗ്രേസ് ലഭിച്ചു കഴിയുമ്പോൾ ഗ്രേസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 2 കൊറിന്ത്യൻസ് 12:9 ഗ്രേസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ? കൃപ. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ശക്തിയാണ് കൃപയെന്ന് പറയുന്നത്. പവർ ആൻഡ് പേഴ്സൺ ആയിട്ടാണ് ബൈബിള് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ സാക്ഷ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ അരുൺ കുമ്പനാട്, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം, അക്രൈസ്തവനാണ്, എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് 85,000 പേരോളം ആ സാക്ഷ്യം കണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, കണ്ണീരിൻ്റെ വലിയൊരു കാലം എനിക്കും എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ദൈവം ഞങ്ങളെ നയിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. നിങ്ങളൊരിക്കലും ഹൃദയം കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, ദൈവത്തെ ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതല്ല, അതായത് ചുമ്മായില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റാണ് അവിടെ. കാര്യങ്ങളെ അദ്ദേഹം അനുഭവിച്ച് ദൈവത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ. പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, കണ്ണീരിൻ്റെ കാലത്ത് വല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം കഴിഞ്ഞാൽ, ദൈവം 2 തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന് പേഴ്സണായിട്ട്, ബൈ പേഴ്സൺ. രണ്ടാമത്തത് പവറായിട്ട്. ബൈബിൾ എപ്പോഴും അവതരിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും പ്രെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് വേണേ ഒരു ഫങ്ഷൻ. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നറിയാവോ? ചിലർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിൽ വരുന്ന ഹോം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? രോഗികളെ പോയി കാണുന്നു, കൃപാസനം പത്രം കൊടുക്കുന്നു, പ്രാർത്ഥിച്ച് കൊടുക്കുന്നു, കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, വസ്ത്രമില്ലാത്തവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉദ്ദേശം വെക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഇതൊരു ഫങ്ഷനല്ല, പിന്നെന്താണ്? ഒരു മിഷനാണ്. നിനക്ക് ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞില്ലേ 13:35 യോഹന്നാൻ്റെ സുവിശേഷം, ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 13:35 തിരുവചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈശോ പറഞ്ഞതാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോഴും നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, കൃപാവര പ്രവർത്തികളെല്ലാം ഒരു സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ്. നമ്മൾ ചെയ്യുന്ന കൃപ. അപ്പോൾ ആ സ്നേഹം ഉണ്ടെങ്കിലാണ് അത് മിഷനാകത്തുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുത്തതാണ്, ശരി, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ശരി,
അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെല്ലുമ്പോൾ അവർ പുതുക്കത്തില്ല. ശരി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ശരി, അത് ഫങ്ഷൻ എന്ന് പറയാം. അതിന് ഫങ്ഷനിൽ കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ഫങ്ഷനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൃപ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് മിഷനാണ് ചെയ്യേണ്ടത്. മിഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിച്ചിട്ട് ആ വ്യക്തിയുടെ വചനങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ആ വചനം വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഇത് പ്രസൻസിനെ കുറിച്ചാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രസൻസ്, അതായത് ക്രിസ്തുവിൽ ഒരു വ്യക്തി ആപത്തമാകുമ്പോഴേ ആ വ്യക്തിക്ക് ക്രിസ്തു പേഴ്സൺ ടു പേഴ്സൺ റിലേഷനിലേക്കായി കഴിയുമ്പോൾ, അത് സ്നേഹത്തിൻ്റെ ബേസിൽ ഒരു റിലേഷനിലേക്കായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബൈബിളിലെ ഏറ്റവും വലിയ കോൺസെപ്റ്റാണ് പ്രസൻസ്. അത് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രസൻസാണ്. നിങ്ങൾക്ക് വീട് കിട്ടാം, ജോലി കിട്ടാം, അല്ലെങ്കിൽ രോഗങ്ങൾ സുഖപ്പെടാം, അതൊക്കെ പവറാണ്. ശരിക്കും പ്രസൻസ് അല്ല. പവർ ആൻഡ് പ്രസൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിള് എപ്പോഴും അച്ഛൻ പറയണതാണ് 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു, അല്ലേ? 1 Corinthians 1:24 ഒന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരേ സമയം തന്നെ പേഴ്സണാണ്, അതേസമയം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. നമ്മളെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നത് ശക്തിയാണ്. ശക്തി എമിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ 8:46 വിശുദ്ധ ലൂക്കാസ് വിശേഷം 8:46 എന്താ പറയണത്? ആ രക്തസ്രാവക്കാർ രോഗി സുഖപ്പെടുത്തുന്നത് എന്താണ്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പം നമ്മളിലേക്ക് വരണത് ശക്തിയായിട്ടാണ് വരണത്. ശക്തി വന്നാൽ, ക്രിസ്തുവിനെ ശക്തിയായിട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൗഖ്യം ഉണ്ടാകും. അല്ലെങ്കിൽ അത് ജീവിത മണ്ഡലങ്ങളിലാണ് അത് പ്രവർത്തിക്കണമെങ്കിൽ ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് ഉണ്ടാകും. ആത്മാവിലാണ് പ്രവർത്തിക്കണമെങ്കിൽ ഗ്രേസായിട്ട് വർക്ക് ചെയ്ത് നിത്യജീവൻ ലഭിക്കും. ഇങ്ങനെ ക്രിസ്തു എല്ലാമാണ്. എല്ലാ ധ്യാനത്തിലും ഇത് അടിസ്ഥാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ക്രിസ്തു എല്ലാമാണ്. എല്ലാം, അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ശരിക്കും. അതായത് ഒരു വ്യക്തിക്ക് ഇഹത്തിലും പരത്തിലും ആവശ്യമുള്ള എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വേർഡായിട്ടാണ് ക്രിസ്തു മനുഷ്യരാശി അനുഭവിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സംവിധാനം ക്രിസ്തുവിനെ എന്നിൽ അഭിഷേകമായി നൽകണമേ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രണ്ട്, അതായത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമിലേക്കാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് ജീസസ് ഒരേ സമയം തന്നെ പേഴ്സൺ ആൻഡ് പവറാണ്. ആദ്യത്തെ അലോട്ട്മെൻറ്റ് പവറാണ്.
സെക്കൻഡ് അലോട്ട്മെൻ്റ് പേഴ്സൺ. പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പോയി കളയരുത്. പേഴ്സൺ വരുന്നുണ്ട്, അതെപ്പോഴും വെയിറ്റ് ചെയ്യണം. പവർ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ബോഡിയിൽ വരുന്ന പവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഹീലിംഗ് ആയി മാറും. ഇപ്പം എന്തും ആൾക്കാർ ഉടമ്പടിയിലെ സൗഖ്യത്തിന് ജസ്റ്റ് 3 minutes മതി. ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എനിക്കറിയത്തില്ലായിരുന്നു. സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓൺലി 3 minutes പ്രെയർ. അതിനുള്ളിൽ അല്ലാതെ വാരിക്കെട്ടി 2 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാർത്ഥനയില്ല. ജസ്റ്റ് 3 minutes പ്രെയർ. കാര്യം ഉടമ്പടിയുടെ ബേസിലാണ് ആ പ്രെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഉടമ്പടിക്ക് എന്തുമാത്രം റേഞ്ചാണുള്ളതെന്ന്. ഇതിങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ദിവസവും ഇങ്ങനെ സാക്ഷ്യം ചൊരിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത്. ഇത് നമ്മളൊന്നും പിടിച്ചാലിത് നിൽക്കത്തില്ല, അത് വേറെ ഒരു ലോകത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളല്ലേ, ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ കറക്റ്റല്ലേ ഉടമ്പടിയിലൊക്കെ മനസ്സിലാകണത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളിലേക്കുമാണ് ക്രിസ്തു സഞ്ചരിച്ച് പവറായിട്ടും വ്യക്തിയായിട്ടും എത്തണത്. അപ്പോഴേ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? അതായത് അവിടുന്ന് തൻ്റെ ജനങ്ങളുടെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നാണ് മാലാഖ പ്രവചിക്കുന്നത്. അവിടുന്ന് തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നാണ് മംഗളവാർത്തയിൽ മാലാഖ മറിയത്തോട് പറയണത്. പക്ഷേ ക്രിസ്തു പിറന്നു കഴിഞ്ഞ് ശമയോൻ ദീർഘദർശി പറയണത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എനിത്തിങ് ആകാം. അതായത് എവിടെയാണ് നിനക്ക് ഒരു അതിജീവനം വേണ്ടത്, ആത്മീയമാണെങ്കിലും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, അപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു ദൈവ പദ്ധതിയായിട്ടാണ് ക്രിസ്തു വ്യക്തികൾ ഉടമ്പടിയിലൂടെ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് പറഞ്ഞത്. എന്താ സീരിയസ് ആകണമെന്ന് പറഞ്ഞതെന്നറിയാവോ? ഇതിന് ഒത്തിരി സാധ്യതയുള്ളത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഓരോ വ്യക്തികളും. ഇപ്പം ഇന്ന് വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം 3.5 മണിക്കൂർ സാക്ഷ്യം കേട്ടു. സർക്കാസ്റ്റിക് ആണ് അത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്ഥിരമായിട്ട് അവർക്ക് ഹിയറിങ് കിട്ടത്തില്ല. 3-4 പ്രാവശ്യം ഈ OIT എഴുതിയിട്ടുണ്ട്. കുറേ വർഷമായിട്ട് കുറേ നാളായിട്ട് ഹിയറിങ് കിട്ടത്തില്ല. അപ്പോൾ എന്താ അത് കിട്ടത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എന്നോട് അവൾ അത് പറഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ഈ പ്രൊഫഷണൽസ് എല്ലാം ഇങ്ങനെ മുട്ടനിൽക്കുമല്ലോ ഇവിടെ. അപ്പം എൻ്റെ ഓരോ പ്രോസസ് പ്രയറിൻ്റെ സമയത്ത് ഞാൻ ഇവളുടെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. ഇവൾക്കിതാണ് പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ വേറെ, അതായത് ഇവൾ പോകുമ്പോൾ ഇവൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചെവിയെ തൊട്ടത്, എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചെവിയെ തൊട്ടത്. പക്ഷെ അത് അപ്പോഴതിന് ഉത്തരമില്ല. പരീക്ഷ ഹോളിലേക്ക് പോയി ഇരിക്കുമ്പോൾ ഇവളുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? എല്ലാ സമയത്തും മൊഡ്യൂൾ പോകാൻ കാര്യം ഹിയറിംഗ് മൊഡ്യൂളാണ് പോണത്. പരീക്ഷ ഹോളിൽ ചെല്ലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഇവൾ പഴയതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, കേൾക്കണത്, പക്ഷേ അതിനും ഉത്തരം പറയണത് വേറെ സംഭവം. അതായത് അതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, പിന്നെ എഴുതി വെക്കണത് വേറെ സംഭവം. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇത് എന്ത് മണ്ടം പരിപാടിയാണ് കാണിക്കണത്. ഞാൻ കേൾക്കണതല്ലല്ലോ തിരിച്ച് പറയണത്, ഞാൻ കേൾക്കണതല്ലല്ലോ എഴുതി വെക്കണത്. അപ്പോൾ ഇത് തമ്മിൽ ഇവൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. അതായത് ഇതിനെ ചെവിയെ തൊട്ടിരിക്കുന്ന ഈ ഒരു അഭിഷേക പ്രാർത്ഥനയുടെ ഒരു അവസ്ഥ, ഇത് ചെവിയിൽ ആ വരുന്ന മൊഡ്യൂൾസിനെ അതേസമയം തന്നെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അതിൻ്റെ കറക്റ്റ് ഉത്തരങ്ങളിലേക്ക് ഗൈഡ് ചെയ്തുകൂടെ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടി ഒരു ഗൈഡഡ് മിസൈൽ പ്രോഗ്രാംഡ് പ്രെയർ പോലെയാണ്.
ഇത് അതിൻ്റെ കറക്റ്റ് ടാർഗറ്റിലേക്കേ പോകത്തുള്ളൂ, ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പ്രെയറാണിത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് ഉടമ്പടിയോട് ഇടപെടേണ്ടത്. കാര്യം അതിലെന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഫീലുണ്ട്. ഡിമാൻഡ് ചെയ്യണത് നമുക്ക് ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാം, ടെക്നിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഫങ്ഷനായിട്ട് മാറും. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കോർഡിയൽ എലമെൻ്റ് ഉണ്ട്, ദൈവത്തോടുള്ള സ്നേഹം. അതുകൂടി ചേർത്ത് വെച്ചാണ് നിങ്ങൾ ഇപ്പോൾ പത്രോസ് തന്നെ എന്താ പറയണത്, പ്രസംഗിക്കുന്നവൻ. ഇഫ് യു ആർ എ സ്പീക്കർ, സ്പീക്ക് ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ ഗോഡ്. ആ വായിച്ചതിനും എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ജസ്റ്റ് ഗോട്ട് ദ പോയിന്റ്. എന്താണ് അടുത്ത എന്താ പറയണത്? ശുശ്രൂഷിക്കുന്നവൻ. വായിച്ചോളൂ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ശുശ്രൂഷയാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ പറഞ്ഞാലും ആര് കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ പറയണം. പിന്നെ എന്താണ്? നിങ്ങൾ ശുശ്രൂഷിച്ചാൽ, ഇപ്പം ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പം ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ. അപ്പോൾ ശുശ്രൂഷയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം? യേശുക്രിസ്തു 1 Corinthians 1:24 പറയുന്നു. എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രിസ്തുവിൽ നിന്ന് ശക്തി ലഭിക്കുക എന്ന് വെച്ചാൽ ശക്തിയുടെ ക്രിസ്തുവിൻ്റെ തത്സമമായിട്ടാണ് ശക്തി വരണത്. ക്രിസ്തു വരുന്നത്, നമ്മുടെ ഉള്ളിൽ വരണത്, അതിൻ്റെ ഫീലിംഗ് പ്രയോഗപരതയിൽ വരണത് ഈ ശക്തിയാണ് ഫീൽ ചെയ്യണത്. എന്തൂസിയാസമായിരിക്കും. ഇതിന് നമ്മൾ അഭിഷേകമെന്നും പറയും. ഭയങ്കര പവർ. അത് വിവിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ബിടെക്കിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൃപാസനം പത്രം ബേക്കറി ജംഗ്ഷനിലൊക്കെ കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. ഉച്ചക്കാണ് പരീക്ഷ. അതെന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോയി. പരീക്ഷയാണ്, സപ്ലിയാണ്, കുറേ സപ്ലി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ആ സമയത്തും ഉള്ളിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് ആ ശുശ്രൂഷ പോണത്. അപ്പം അതുകൊണ്ട് ശുശ്രൂഷകളല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ശക്തി ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങള് ചെയ്യാൻ ആവശ്യമായ ക്രിസ്തു അംശമായ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. കൃപ ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആവശ്യം, എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ കൃപയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യണം. കൃപയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നിൻ്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം കൃപ പവർ ഓഫ് ഗോഡാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു പിടിയില്ല. എന്നിട്ട് ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്. നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് മെറിറ്റിലാണ്. പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് അസോസിയേറ്റ് ചെയ്ത് അത് ഘടിപ്പിച്ചിരിക്കുന്നത് മെറിറ്റ് എന്നുള്ള അതായത് യോഗ്യത എന്നുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മുടെ ആത്മവിശ്വാസം ഘടിപ്പിച്ചിരിക്കുന്നത്.
പക്ഷേ കൃപയുടെ റെലമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള മെരിറ്റും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കോൺഫിഡൻസും അത് നിങ്ങളുടെ മനുഷ്യാത്മകതയുടെ ഒരു ഭാഗമാണ്, ദൈവികതയുടെ അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കോൺഫിഡൻസും, ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയത്തില്ലേ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനാകും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ്, അതായത് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇൻ്റർവ്യൂവിലാണ്, എംബസിയിലെ വിസ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇവർക്ക് സ്പീക്കിംഗ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പുറത്ത് ഇരിക്കുന്ന ആൾ വിസ ഇൻ്റർവ്യൂ അല്ല, ജോബ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിന് അയാളോട് സംസാരിക്കുകയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഇവൾക്കൊരു കോൺഫിഡൻസും ഇല്ല. എന്നിട്ട് ഇവൾ സംസാരിക്കണമെല്ലാം പൊട്ടത്തെറ്റാണെന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് തോന്നുന്നു ഇയാൾ എന്തറിഞ്ഞിട്ട് ഞാൻ പറയണ പൊട്ടത്തെറ്റാണല്ലോ, പിന്നെ ഇയാൾ എന്താണ് ഇറ്റ്സ് ഓക്കെ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കുകയാണെന്നാണ് അവൾ ചോദിക്കണത്. പക്ഷേ അതല്ല സംഭവം, ആ ജോലി അവൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്. അതാണ് വിഷയം. അതായത് നമ്മുടെ കോൺഫിഡൻസ്, നിങ്ങളെ കോൺഫിഡൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസം, അത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മെറിറ്റുമായിട്ടാണ്. നിങ്ങളുടെ യോഗ്യത, മേ ബി കാലിബർ, കപ്പാസിറ്റി, അത് ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും, അല്ലേ? നിങ്ങൾ നേടിയെടുത്ത കുറേ സർട്ടിഫിക്കറ്റുകൾ, ക്രാഷ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ മനുഷ്യ ശക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിങ്ങളുടെ നേട്ടത്തിനേക്കാൾ ഉപരി ബിബ്ലിക്കൽ കോൺഫിഡൻസ് വർക്കൗട്ട് ചെയ്യണത് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് കർത്താനത്തോടെ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വർക്ക് ചെയ്യണത് നമ്മുടെ യോഗ്യതയിലല്ല, മറിച്ച് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തിലായിരിക്കണം. സങ്കീർത്തനം 44:3 എന്താ പറയണത്? അവരെ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ലെന്ന്. ഭയങ്കര വചനമാണ്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥന കിട്ടിയ വചനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ. അതായത് അവരെ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ല. പിന്നെ എന്താണെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. സങ്കീർത്തനം 44:3 വായിച്ചോളൂ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരമ്പലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. എന്ന് പറഞ്ഞ വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നുണ്ട്? പറഞ്ഞോളൂ, വായിച്ചോളൂ താഴേക്ക്. അവിടുത്തെ വലത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. കണ്ടോ? അവർ നാട് പിടിച്ചടക്കിയത് എങ്ങനെയാണ്? നാട് പിടിച്ചടക്കുകയോ പരീക്ഷ ജയിക്കുകയോ അല്ലെങ്കിൽ വസ്തു ലേലത്തിൽ പിടിക്കുകയോ കേസ് ജയിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ മക്കൾ ജനിക്കുകയോ ചെയ്യുന്നതിന് 2 ഫോർമാറ്റ് ഉപയോഗിക്കാം. സ്വാഭാവികമായ എല്ലാവർക്കുമുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. പക്ഷേ നീ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളല്ലല്ലോ. നിന്നെ ക്രിസ്തു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയില്ലേ? അവൻ നിന്റെ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ നിന്റെ വീണ്ടെടുത്തപ്പോൾ കൈയിടിച്ച് കർത്താൻ